ജഡ്ജസ്, ഇനി നമ്മുടെ ടോപ്പ് സിംഗറിൽ നമ്മൾ കുറച്ച് പഴയ പാട്ട് കേൾക്കാൻ പോവാണ്. വരാൻ പോകുന്ന ആള് ഇനി എപ്പോഴും വരുന്ന സമയത്ത് ഞാൻ ചന്ദ്രനെ പറ്റി സംസാരിക്കാറുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ സെബ മൂൺ, സെബക്കുട്ടി എത്തുന്നു. വെൽക്കം സെബക്കുട്ടി ഓൺ സ്റ്റേജ്. ഇതാ ടോപ്പ് സിംഗറിന്റെ ചന്ദ്രേട്ടൻ. ചന്ദ്രേച്ചി. ചന്ദ്രേച്ചി ചന്ദ്രന്റെ കളറിൽ തന്നെയാണല്ലോ പറഞ്ഞത്. ഹലോ. കുറച്ച് സമാധാനത്തിന്റെ ദൂതയായിട്ട് വന്നിരിക്കുകയാണ്. മാടപ്രാവാണല്ലേ? ചന്ദ്രനിലെ കൊറേ ഈ മൊയിലും കാര്യമൊക്കെ ഉണ്ടല്ലോ. ചന്ദ്രനെ എന്ത് വിളിക്കുന്നറിയാവോ? വേറൊരു പേര് എന്താ? ശശാങ്കൻ. അയ്യോ, എനിക്കറിയാം. ശശാങ്കൻ. പിന്നെ ശശി എന്നും വിളിക്കൂല്ലേ? ശശി ചേച്ചി. ശശി. ഇന്ദു. ഓ, മീനൂട്ടി ഒന്നാ ചിരിക്കുന്നത്. ശശി ഞാൻ ചിരിച്ചൊന്നുമില്ല. ഞാൻ ശശി എന്ന് പറഞ്ഞ ചന്ദ്രൻ. പിന്നെ ഇന്ദു എന്ന് പറയില്ലേ? ഇന്ദു. ഇന്ദുമുഖി. ചന്ദ്രമുഖി. ചന്ദ്രമുഖി. ഒരുപാട് പേരുണ്ടല്ലോ. ഒരുപാടുണ്ട്. നല്ല ഡ്രസ് കേട്ടോ, ബ്യൂട്ടിഫുൾ ഡ്രസ്. ഇത് വരച്ചതാന്ന് തോന്നുന്നല്ലേ? അല്ല, പ്രിന്റഡ് ആണോ? പ്രിന്റ് ആണ്. നല്ല രസമുണ്ട്. അതെ, ബ്യൂട്ടിഫുൾ. ഏത് പാട്ടാ മോളെ? ഒരു മൈൽ പീലിയായി ഞാൻ. ഓ, ഇതിലെ ആ ലാസ്റ്റ് വിളി കേൾക്കാൻ ആ കൂവലല്ലേ? ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് നമ്മള് റേഡിയോ കൂടെ ഒക്കെ കേൾക്കുമ്പോഴേ എന്തിനായിരുന്നു കൂവൽ. പക്ഷെ പിന്നീട് സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇപ്പോഴത്തെ കാലഘട്ടമാണെങ്കിൽ രണ്ടായിട്ട് എടുക്കും. സോങ് എടുത്തിട്ട് ആ സോങ് ആയിരിക്കും നമുക്ക് യൂട്യൂബിലൊക്കെ കാണുന്നത്. എഫക്ട്സ് എല്ലാം തിയേറ്ററിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഡീറ്റെയിൽ പറയൂ. പാടിയത് ജാനകിയമ്മ, മ്യൂസിക് AT ഉമ്മർ സാർ, ലിറിക്സ് ബിച്ചു തിരുമല സാർ, ഫിലിം അണിയാത്ത വളകൾ, വർഷം 1980. 80. ഓക്കെ, വെരി ഗുഡ്. തുടങ്ങാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു മയിൽ
സൂപ്പർ വെരി നൈസ് വെരി നൈസ്. എന്തോ കലക്കിട്ടോ എന്തോ. എടാ ആടെ ചെമ്മരിയാടെ കറക്റ്റ് ആയിരുന്നു നിങ്ങൾ തന്നെ വേണം രണ്ടുപേരും. വേറെ ആര് ഈ ലോകത്തിൽ ആര് വന്ന് നിന്ന് എന്തോ പറഞ്ഞാലും ശരിയാവില്ല. അത് ആടിന്റെ ശബ്ദത്തിൽ പറയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? എന്തോ മകളെ നീ പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? ഓ പഠിക്കുന്നുണ്ട്. ഉണ്ടല്ലേ? അപ്പലേ ഓ നെറ്റിയൊക്കെ ഒന്ന് കാണിക്കണം കേട്ടോ. ആ ഓക്കെ 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 നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. സെബക്കുട്സ് എന്താ സർ? നന്നായിട്ട് പാടി കേട്ടോ. കാരണം നല്ല കൺട്രോൾഡ് സിംഗിങ് ആയിരുന്നേ. നല്ല കൺട്രോൾ ചെയ്ത്, കാരണം പാടുന്ന കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ കോൺഫിഡൻസ്. കാരണം പാട്ടറിയാം എന്നുള്ള കാര്യം മുഖത്ത് തന്നെ ഉണ്ട്. എനിക്ക് പാട്ടറിയാം. പിന്നെ പാടുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തലയിലെഴുത്ത് എന്നൊരു ഭാവം കൊണ്ടോ? ഇല്ല ഒന്നുമില്ല മോളെ, ഒന്നും പറയാനില്ല. കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള അത് വീണലിഞ്ഞില്ലേ ആ സംഭവം ആദ്യം കുറച്ച് കുറവായിരുന്നു. പക്ഷെ ലാസ്റ്റിൽ അതിനൂടെ നല്ല ഫീലായിട്ട് വീണലിഞ്ഞ് അലിഞ്ഞു പോയി. അത്ര മനോഹരമായിട്ട് പാടി. ആ കണ്ണ എന്നുള്ള ആ ലാസ്റ്റിലുള്ള ചരണത്തിന്റെ എൻഡിലുള്ള ഒരു മൈന്യൂട്ടായിട്ട് ശ്രുതിയോ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകും. ശ്രീവത്സമാകുവാൻ അവിടെയൊക്കെ ആ സംഗതി എങ്ങനെയാ മോളെ? ഒന്ന് പാടാവോ? അത്രയും ക്ലാരിറ്റി വേണം. അതിനെന്ത് വേണം? മര്യാദയ്ക്ക് പാടണം. മര്യാദയ്ക്ക് പാടില്ല, ഇത്തിരി പാറക്കണം. ഇല്ലെങ്കിൽ നിൻ തിരുമാറിലേ ശ്രീവത്സമാകൂ ഇങ്ങനെ ഞാൻ നോക്കണുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട് വാ തുറക്കാൻ. ഇത്രയും പോരാ, കുറച്ചുകൂടെ വന്ന് നന്നായിട്ട് തുറന്നിട്ടൊന്ന് അതൊന്ന് പാടി നോക്കി. ആ കണ്ടോ എന്ത് ക്ലിയർ ആവുന്നുണ്ട്. മറ്റേതൊരു ഊ എന്നുള്ളൊരു സൗണ്ടിങ് വരും. അതായത് നമ്മുടെ ഇങ്ങനെ അടയുമ്പം നിന്നിലലിഞ്ഞു ചേരാൻ എന്തു നിന്നിലലിഞ്ഞ്, അപ്പൊ നമുക്ക് വി ക്യാൻ ഗിവ് മോർ എക്സ്പ്രഷൻ, ക്ലാരിറ്റി. അത്രേ ഉള്ളൂ. അക്ഷരങ്ങൾക്ക് ക്ലാരിറ്റി. അതെ, നല്ല സിംഗറാണ്, അതുകൊണ്ട് പറയുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സെബക്കുട്ടി എന്താ സർ? ഇപ്പൊ വിചാരിച്ച വേണമെങ്കിൽ ഇപ്പൊ വിചാരിച്ചാലെന്നല്ല, ഇപ്പൊ ഒരു സിനിമയ്ക്കൊക്കെ പാടാൻ പറ്റിയ തരത്തിലുള്ള വോയിസ് ആണ്. ഒരു നായികയ്ക്ക് പാടാൻ പറ്റുന്ന വോയിസ് ആയിട്ടുണ്ട് കേട്ടോ. ഉഗ്രനായിട്ട് നല്ല വോയിസ് ആണ് കേട്ടോ. നല്ല ക്ലാരിറ്റി ഉള്ള നല്ല നല്ല എന്താ പറയാ മധുരമായിട്ടുള്ള ശബ്ദം. ശ്രീകുട്ടൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയാണ്. ബാക്കി അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ആ ഹമ്മിങ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചരണമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉഗ്രനായിരുന്നു. അനുപല്ലവിയിലെ ആ തിരുമാറിലെ മാത്രമാണ് ചെറിയ പ്രശ്നം. ബാക്കിയൊക്കെ സൂപ്പർ. ഓൾ ദ ബെസ്റ്റ്. സെബക്കുട്ടിയേ. എന്തോ മാം? സെബക്കുട്ടി വരുന്തോറും ഞാൻ സെബക്കുട്ടിയുടെ വോയിസിന്റെ ഭയങ്കര ഫാനായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എത്ര രസമാണ്, ഭയങ്കര സ്വീറ്റ് എന്ന് പറഞ്ഞ ഹണി വോയിസ് ആണ് സെബക്കുട്ടിക്ക് കേട്ടോ. അതുപോലെ ഈ കല്യാണി ബേസിലുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ അതിൽ ഈ ഒരു ഹംസുധിനി ടച്ച് പല മ്യൂസിക് ഡയറക്ടേഴ്സും കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ആ ഒരു സരിഗമ പദനിസയെന്ന് വിട്ടിട്ട് ചില നോട്ട്സ് നമ്മളതിലെ കളഞ്ഞിട്ട് പാടി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഭയങ്കര സുഖമാണ്. അതേസമയം പാടാനും കുറച്ച് പാടാനും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഉള്ള നോട്ട്സ് അതിനകത്ത് ഇല്ലാതെ വേറെ അതിലെ തന്നെ വൊമിറ്റ് ചെയ്തിട്ട് വേറെ നോട്ട്സ് ചേർത്ത് പാടുന്നു. അതൊക്കെ രാവിലെ അല്ലേ വൊമിറ്റ് ചെയ്തത്? അതെ ഞാനിന്ന് രാവിലെ നന്നായിട്ട് വൊമിറ്റ് ചെയ്തു. വൊമിറ്റ് ചെയ്ത് എന്റെ തൊണ്ടയെല്ലാം കീറിയിരിക്കുക കേട്ടോ മോളെ. അതുപോലെ മോള് എന്നനുരാഗമാകും ഈ യമുനാ തരംഗം എന്നുള്ളത് ഒറ്റ ശ്വാസത്തില് മോളത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് അല്ലേ ലാസ്റ്റത്തെ ഇപ്പൊ ഒന്നും മൂച്ചി പോയി. പക്ഷെ മൂച്ചിയല്ല, ശ്വാസം മോളെ തമിഴിലെ ശ്വാസത്തിന് മൂച്ചി എന്ന് പറയട്ടോ. അതാണ് ഞാൻ പറയണേ. തമിഴില് പല വാക്കുകളും ഉണ്ട്. ഇവിടെ പറഞ്ഞ പ്രശ്നം ഇവിടുത്തെ വാക്കുകൾ പലതും ഉണ്ട്. തമിഴ് പറഞ്ഞാലും പ്രശ്നം. ഉത്തമ സുഹൃത്ത് എന്നുള്ള നിലയിൽ ഞാനതൊക്കെ ബാധ്യസ്ഥനാണ്. ഇങ്ങോട്ട് ജഡ്ജ്മെന്റ് പറയുന്നു. കേട്ടോ മോളെ, എത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാം നല്ല സുഖമായിരുന്നു കേൾക്കാനായിട്ട്.
ഇങ്ങനെ ഒരു എന്താ പറയണ നീർമണികൾ ഇങ്ങനെ നീർക്കുമ്പള ആ നീർക്കുമ്പളയല്ല ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഭയങ്കര സുഖം. Correct അത് ആണോ? കഴിഞ്ഞ് correct പറ. ഞാൻ എന്താ ഉദ്ദേശിച്ചത്? നീർക്കുമിളകൾ പൊട്ടുന്ന പോലെയോ? അല്ല, ആ, പിന്നെ നീർത്തുള്ളി നീർത്തുള്ളികൾ ഇങ്ങനെ വീഴുന്ന പോലെ. മുത്തുമണി വീഴുമ്പോ ഉള്ള ഒരു സുഖം ഉണ്ടല്ലോ, അതുപോലെയാണ് സെബക്കുട്ടി നമ്മൾ പാടുന്നത്. അത് മഴ പെയ്താൽ പനി പിടിക്കത്തില്ലേ? നീർമണി ചേട്ടാ, നീർമണി എന്ന് പറയുമ്പോ ചാറ്റൽ മഴ. അല്ല നമ്മുടെ മഞ്ഞുതുള്ളി. ഇലയിൽ നിന്ന് തുള്ളി ഇങ്ങനെ ജലഗണം കാണും. ഇറ്റിറ്റ് വീഴുന്ന പോലെ. ഇലയെന്നുള്ള തുള്ളി നമ്മുടെ നെറുകെ വീണ് കഴിഞ്ഞാൽ അപ്പൊ പനി പിടിക്കും. അതെ അതെ അതെ. വലിയ കുഴപ്പമാ അത്. എനിക്കൊന്നും പനി പിടിക്കത്തില്ല, ഞാൻ ഛർദിക്കുള്ളൂ. മഴത്തുള്ളി വീണാലും. മക്കളെ, എന്താ സർ? ഈ 1-2 ചെറിയ സംഭവം ഉണ്ട്, ഈ മൃഗേ അതൊക്കെ മൈന്യൂട്ട്. മൈന്യൂട്ട്. അത് തൽക്കാലം ഞങ്ങൾ ഇപ്പം കണക്കിലെടുക്കുന്നില്ല. അതെ, പക്ഷെ ഫിനാലെ അടുത്ത് വരികയാണ്. ഫിനാലയില് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ഒരു ചെറിയ പൊടിമണി തുള്ളി ആയ പോലും ഒരു അണുവിന്റെ വ്യത്യാസത്തിൽ ഉണ്ടെങ്കിൽ പോലും നമ്മളത് നോട്ട് ചെയ്യും. പിന്നെ അവിടെ എല്ലാവരും ഇട്ട് കേട്ടിട്ടായിരിക്കും അതിന്റെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് വരുന്നത്. അതുകൊണ്ട് ഇപ്പം പോട്ടെ, ഇപ്പൊ പറഞ്ഞു തരികയാണ്, ഫിനാലെ അടുത്ത് വരികയാണ്. ഇനിയിപ്പോ കൂടിപ്പോയി കഴിഞ്ഞാൽ 2 മാസം. അതുകൊണ്ട് വർക്ക് ഹാർഡ്, ട്രൈ ടു ബിക്കം ദ ഫസ്റ്റ്. സോ ടുഡേ വി ആർ ഗിവിംഗ് യു 100 out of 100. താങ്ക് യു സർ. ആടി ഒരു ഉമ്മറക്ക പൂക്കുറ്റി. സെബക്കുട്ട, ഈ 100 വാക്കുന്നത് നീ ഒരു ശീലമായിട്ട് ഏറ്റെടുക്കണം കേട്ടോ. ഏറ്റെടുക്കും. ഓൾ ദ ബെസ്റ്റ്. Thank you. Bye.